ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതുപോലെ അതുപോലെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളതുപോലെ വളരെ ശക്തമായ ഒരു ബന്ധം അറബ് രാജ്യങ്ങളിലൊന്നായിട്ടുള്ള UAE-യുമായിട്ട് ഇന്ത്യക്ക് നിലവിലുണ്ട് എന്നത് വ്യക്തമാണ്. സാധാരണ പൊതുവെ നമ്മൾ കാണാത്ത കേട്ടുകേൾവി ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. അതായത് UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വന്നേക്കാമെന്ന അഭ്യൂഹങ്ങൾ 2-3 ദിവസമായിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു വിസിറ്റ് ഉണ്ടെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അത് ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. പിന്നെ സംഭവിച്ചുകൂടായില്ല, പെട്ടെന്നൊക്കെ വരാം. പക്ഷെ ഇത് തികച്ചും വിചിത്രമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള റൂമറുകൾ വരുന്നു. തൊട്ടു പിന്നാലെ ഇന്നലെ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു. 3 മണിക്കൂർ മാത്രം ഇന്ത്യയിൽ അദ്ദേഹം ചിലവഴിക്കുന്നു. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമായിരുന്നു എന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് എയർപോർട്ടിൽ പോയിട്ട് നമ്മുടെ പ്രസിഡന്റിനെ സ്വീകരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റും ഒരു കാറിൽ യാത്ര ചെയ്യാണ്. നമ്മൾ ഇതിനു മുമ്പ് പുടിനുമായിട്ട് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു യാത്ര നടത്തുന്ന കണ്ടിട്ടുണ്ട്, റഷ്യയിൽ വെച്ചും ഇന്ത്യയിൽ വെച്ചും. അതേ രീതിയിൽ UAE പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. പ്രസിഡന്റിന് ഗംഭീരമായ സ്വീകരണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരുക്കി വെച്ചത്. 3 മണിക്കൂറിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ രണ്ട് ഭാഗത്തെയും ഉദ്യോഗസ്ഥർ ദ്രുതഗതിയിലാണ് ഫയലുകൾ നീക്കുന്നത്. ഇതിനിടയിൽ തന്ത്രപരമായ പല ചർച്ചകളും ഇന്ത്യൻ പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റും തമ്മിൽ നടന്നു. ഉറപ്പായിട്ടും വളരെ പ്രധാനപ്പെട്ട എന്തോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് അടിയന്തരമായിട്ട് UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ കുറിപ്പില് മൈ ബ്രദർ, ഞാൻ എയർപോർട്ടിൽ പോയിട്ട് എൻ്റെ സഹോദരനായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ സ്വീകരിച്ചു, UAE പ്രസിഡന്റിനെ സ്വീകരിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇത് സാധാരണ നയതന്ത്ര തലത്തില് അത്രയും അടുപ്പമുള്ള നേതാക്കൾക്കിടയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗമാണ് മൈ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ ഒഫീഷ്യലായിട്ട് മിസ്റ്റർ പ്രസിഡന്റ് എന്നോ അല്ലെങ്കിൽ ഡിയർ എന്നൊക്കെ വരെ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ മൈ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സൗഹൃദത്തിലാകണം. മുൻകാലങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയും തമ്മിലൊരു മികച്ച സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത് തണുത്തുറഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, UAE എന്ന് പറയുന്നത് ഒരു രാജഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ, ആ രാജ്യവുമായിട്ട് ഉണ്ടാവുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് മാറില്ല. ട്രംപിനെ പോലെ അപ്പോ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു രാജ്യമല്ല ഇതുവരെയും UAE പോലത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ UAE ഭരണാധികാരിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഇവരുടെ ബോഡി ലാംഗ്വേജ്, ഇവർ ഉപയോഗിച്ച വാക്കുകൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. സോ എന്തായിരിക്കാം ഈ അടിയന്തരമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറകിലെ കാരണം? നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ആണവ റിയാക്ടറുകളുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം, ഈ ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ പറയുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലുള്ള സഹകരണം, ഡിഫൻസ് മേഖലയിലുള്ള സഹകരണം, എനർജി സെക്യൂരിറ്റി, തീവ്രവാദത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സമീപകാലത്ത് നടക്കുന്ന സുപ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് ഈ സന്ദർശനത്തിൽ പ്രധാനമായിട്ട് ചർച്ചയായത് എന്ന് ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. രണ്ട് നേതാക്കളും വളരെ ക്ലോസ് ആയിട്ടുള്ള സൗഹൃദം പുലർത്തുന്ന നേതാക്കളാണ്. ഇരു നേതാക്കളും തമ്മിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതേസമയം തന്നെ ഡെലിഗേഷൻ ലെവലിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. ഇവിടെ വാക്കുകൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരികയാണ്. റെസ്ട്രിക്റ്റഡ് ലെവൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. ടോപ്പ് ലീഡേഴ്സ് മാത്രമായിരിക്കും ആ ഒരു മീറ്റിംഗിൽ ഉണ്ടാവുക. അവിടെ പ്രധാനമായിട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, UAE-യുടെ പ്രസിഡന്റ്, പിന്നെ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ ആരെങ്കിലും പങ്കെടുക്കാം. ചിലപ്പോൾ വേറെ ആരും പങ്കെടുക്കണമെന്നുമില്ല. ഈ രണ്ട് നേതാക്കളും മാത്രമായിട്ടും ചർച്ച നടക്കാം. എന്തായിരിക്കാം ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഡിസ്കസ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇത്തരം ചർച്ചകളിൽ ഡിസ്കസ് ചെയ്യും. സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ്, ഇത്തരം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചർച്ചകളിൽ നേതാക്കൾ തമ്മിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടക്കും. ഡിഫൻസ്, ഇന്റലിജൻസ്, ജിയോ പൊളിറ്റിക്സ്. അപ്പോൾ ഇത്തരം സ്വകാര്യമായ ചർച്ചകളിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ചയാവുന്നത്. അതോടൊപ്പം തന്നെ ലോങ് ടേം വിഷനും ഈ ഒരു സന്ദർഭത്തിൽ ചർച്ചയാവും. മാത്രമല്ല, ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ പറയുന്ന അല്ലെങ്കിൽ നടക്കുന്ന ചർച്ചകളെല്ലാം പബ്ലിക്കായിട്ട് അവൈലബിൾ ആകണമെന്നുമില്ല. കാരണം ഇവിടെ എന്ന് പറയുന്നത് പരസ്പരം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്.
അത് നിലവിൽ മറ്റു രാജ്യങ്ങളോ മറ്റുള്ളവരോ അറിയണമെന്ന് ഈ രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഡെലിഗേഷൻ ലെവലിലെ ചർച്ച എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും ധാരാളം ഉദ്യോഗസ്ഥരുണ്ടാകും എന്നുള്ളതാണ്. അതിനകത്ത് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, സീനിയർ ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിഫൻസ്, ട്രേഡ്, എനർജി, ഇൻവെസ്റ്റ്മെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടാവാം, ഡിപ്ലോമാറ്റ്സ് ഉണ്ടാവാം. ഈ തരത്തിലാണ് അവിടെ ചർച്ച നടക്കുക. അവിടെയാണ് ട്രേഡ് എഗ്രിമെന്റുകൾ, ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾ, എനർജി, പോർട്ട്, ലോജിസ്റ്റിക്സ്, ടെക്നോളജി, സ്റ്റാർട്ടപ്പ്, ലേബർ ഇഷ്യൂ, ഇങ്ങനെ വരുന്ന വിവിധ വിഷയങ്ങൾ അവിടെയാണ് ചർച്ചയാവുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ UAE പ്രസിഡന്റിന്റെ വരവില് ഡെലിഗേഷൻ ലെവൽ ചർച്ച മാത്രമല്ല, റെസ്ട്രിക്റ്റഡ് ലെവൽ ചർച്ചയും അല്ലെങ്കിൽ മീറ്റിംഗും നടന്നിരിക്കുകയാണ്. സോ ഇതിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വരവ് വെറും ഒരു യാത്രയല്ല, അല്ലെങ്കിൽ വെറുതെ കുറച്ച് എഗ്രിമെന്റുകൾ അല്ലെങ്കിൽ കരാറുകൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെട്ടെന്നൊന്നും വന്നതല്ല. മറിച്ച് ഈ വരവിന് വളരെ പ്രധാനപ്പെട്ട മറ്റുദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോൾ ഇസ്രായേൽ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയമാകാം, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയമാകാം, അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയമാകാം, സൗദിയും UAEയും തമ്മിൽ സമീപകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാം, ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് സൗദി, പാകിസ്ഥാൻ, തുർക്കിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു വിഷയമായിരിക്കാം, അതല്ലെങ്കിൽ യമനുമായി ബന്ധപ്പെട്ട വിഷയമാകാം. എന്തായാലും ഇപ്പോൾ പബ്ലിക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു വിഷയമാണത്. UAE പ്രസിഡന്റ് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് UAEയെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമാകാം. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പിന്തുണ ഏതെങ്കിലും ഒരു വിഷയത്തിൽ UAE ആഗ്രഹിക്കുന്നുണ്ടാവാം. വിശേഷിച്ച് സൗദിയും UAEയും തമ്മിൽ വലിയ മത്സരം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പാകിസ്ഥാന്റെ കളികൾ വളരെ സീരിയസ് ആയിട്ട് വരികയാണ്. പാകിസ്ഥാൻ അവിടെ കയറി കുളം കലക്കി മീൻ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് UAEക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചില ഉറപ്പുകൾ ആവശ്യമായി വന്നേക്കാം. അത് ചിലപ്പോൾ ഡിഫൻസിന്റെ കാര്യത്തിലായിരിക്കാം, ട്രേഡിന്റെ കാര്യത്തിലായിരിക്കാം, എനർജിയുടെ കാര്യത്തിലായിരിക്കാം, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വിഷയത്തിലായിരിക്കാം. അങ്ങനെ അടിയന്തരമായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ്, അതും പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത് നിന്ന് നേരിട്ട് തന്നെ UAEക്ക് ആവശ്യമുണ്ടാകാം. ഈ കാര്യം തൽക്കാലം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് UAE ആഗ്രഹിക്കുന്നില്ല. അവിടെ ആയിരിക്കാം അടച്ചിട്ട ചർച്ച ഉണ്ടാവുന്നത്, അവിടെ ആയിരിക്കാം അദ്ദേഹം അടിയന്തരമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. കാരണം ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടൊരു മീറ്റിംഗ് നടന്നതിന് ശേഷം സുപ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ UAE എന്ന് പറയുന്ന രാജ്യത്തിന് എടുക്കാനുണ്ടാകും. അതെടുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നരേന്ദ്രമോദി വന്ന് കാണുന്നു, അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു, 2-3 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോവാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള സമയം പോലും ഇല്ല. അത്രയും അർജന്റായിട്ടായിരിക്കണം അദ്ദേഹം അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് പോയിട്ടുണ്ടാവുക. ഈ ഒരു കൂടിക്കാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രസിഡന്റിന്റെ കൂടെ അബുദാബിയുടെയും അതുപോലെ ദുബായിയുടെയും ഒക്കെ റോയൽ ഫാമിലി മെമ്പേഴ്സ്, അതും വളരെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അബുദാബി UAEയിലെ ഏറ്റവും വളരെ വിസ്തൃതിയുള്ള ഒരു പ്രവിശ്യയാണ്. അതേപോലെ തന്നെ ദുബായ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയുമാണ്, സമ്പന്നവുമാണ്. അപ്പൊ ഈ രണ്ട് പ്രവിശ്യകളിൽ നിന്ന് ഉൾപ്പെടെ അവരുടെ റോയൽ ഫാമിലി, അവിടെയുള്ള ഈ പ്രവിശ്യകളിലെ റോയൽ ഫാമിലിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളും മിനിസ്റ്റേഴ്സും ഈ ഒരു സന്ദർശനത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ക്രൗൺ പ്രിൻസ് കൂടി ഉണ്ട് എന്നുള്ളതും ഡിഫൻസ് മിനിസ്റ്റർ, UAEയുടെ ഡിഫൻസ് മിനിസ്റ്റർ കൂടി ഉണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വരവിൽ ഡിഫൻസ് രംഗത്തെ വിഷയങ്ങൾ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രസിഡന്റിനൊപ്പം കിരീടാവകാശിയും ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു സപ്പോർട്ട് UAE എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. പുറമെ എനർജിയുമായി ബന്ധപ്പെട്ട ഡീലുകൾ അല്ലെങ്കിൽ എനർജി, LNG പോലെയുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് UAE പ്രസിഡന്റ് വന്നത് എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അതൊരു പക്ഷേ പുറമേ മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് പലപ്പോഴും ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പൊതുവെ വാർത്തകളിലൊക്കെ കാണുന്നത് ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ നടക്കുന്നത് മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യയും UAEയും തമ്മിൽ 10 വർഷത്തെ LNG സപ്ലൈ എഗ്രിമെന്റ് നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും അതുപോലെ ADNOC ഗ്യാസുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1/2 മില്യൺ ടണ്ണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആനുവലി 2028 മുതൽ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും നിരവധി എഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആണവ സഹകരണം കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രസിഡന്റിന്റെ വരവിൽ നിരവധി എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്പേസ്, ഫുഡ്, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ MSMEയുടെ കാര്യങ്ങൾ, ഡിഫൻസ്, സെക്യൂരിറ്റി, തീവ്രവാദം, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് കൈമാറിയിട്ടുണ്ട്, ചർച്ചകളും നടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ വളരെ സുപ്രധാനപ്പെട്ടൊരു വിഷയം, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്. അതിന് പുറമെ സുപ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ലെങ്കിലും വൈകാതെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇത് സംബന്ധിക്കുന്ന അപ്ഡേറ്റുകൾ ഉണ്ടാകും. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. തൽക്കാലം ബൈ.